തിരുവനന്തപുരം കരമന തളിയലിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. 3 വീടുകളുടെ മേൽക്കൂര പറന്നുപോയി, മരം കടപുഴകിയും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഈ സംഭവം നടന്ന സ്ഥലത്ത് അമൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. എത്രത്തോളം നാശനഷ്ടം, കാറ്റിന്റെ ഗതി അടങ്ങിയോ, മഴയുണ്ടോ ഈ പ്രദേശത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രജീഷ, ഏകദേശം 2 മണിക്ക് ശേഷമാണ് ഈ കരമനയോട് ചേർന്നുള്ള തളിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തമായ കാറ്റ് വീശിയത്. മഴയും ഉണ്ടായിരുന്നു. 3 വീടുകളുടെ മേൽക്കൂരയാണ്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന വഴി കാണാം, മരമെല്ലാം തകർന്നു കിടക്കുന്നു. ഈ കാണുന്ന വീടിന്റെ മേൽക്കൂര പറന്നുപോയി കിടക്കുന്നത് ഒരുപാട് ദൂരെയാണ്. 4-5 വീടുകൾക്ക് അപ്പുറത്താണ് ആ വീടിന്റെ മേൽക്കൂര പറന്നുപോയി കിടക്കുന്നത്. 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മരം വീണാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ കാണുന്ന ഈ ഫാൻ അടക്കം റൂഫ് പറന്നു പോയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കിടക്കുന്നത് റൂഫ് എന്ന് പറയുന്നത് 3-4 വീടുകൾക്ക് അപ്പുറമുള്ള വീടിന്റെ ഏറ്റവും ആദ്യം കാണിച്ച വീടിന്റെ റൂഫാണ് ഇവിടെ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മരത്തിന്റെ മുകളിൽ ഒരു ഷീറ്റ് പറന്നുപോയി ആ മരത്തിന്റെ മുകളിൽ പോയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു തേക്കിന്റെ മുകളിലാണ് ഈ ഫ്ലെക്സ് ക്ഷമിക്കണം ഈ ഷീറ്റ് പറന്നു പോയിരിക്കുന്നത്. അത്രത്തോളം ദൂരത്തിലേക്ക് ഈ ശക്തമായ കാറ്റുണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ നാശനഷ്ടം ഉണ്ടായത്. ഈ വീടുകളുടെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. ഈ വീടിന്റെ അകത്തേക്ക് അടക്കം മഴ പെയ്താൽ ഇനിയിപ്പോൾ നേരെ വെള്ളം വീഴുന്ന ഒരു സ്ഥിതി. ഈ കോൺക്രീറ്റ് കട്ടകളടക്കം തകർന്ന് പോയിട്ടുണ്ട്. വീടിന്റെ അകംഭാഗം അടക്കം അകത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഇഷ്ടിക അടക്കം തകർന്ന് അകത്തേക്കും പുറത്തേക്കുമായി വീണ് കിടക്കുന്നു. ഈ വീടിനകത്തേക്ക് നേരിട്ട് വെള്ളം വീണ്. ഈ മഴയുണ്ടായ സമയത്ത് ഉണ്ടായ പ്രതിസന്ധിയാണ് ഇപ്പോൾ കാണുന്നത്. വീട്ടിലെ സാധനങ്ങളൊക്കെ ആളുകൾ പിറക്കി മാറ്റുകയാണ്. ചേട്ടാ, ഇതിപ്പോൾ TV അടക്കമുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇലക്ട്രിക് ഉപകരണങ്ങളടക്കം നനഞ്ഞ് ഇരിക്കുകയാണ്. ഏകദേശം മുഴുവനും തകർന്നു എന്ന് തന്നെ പറയാം. എത്ര മണിയോട് കൂടിയായിരുന്നു ചേട്ടാ ഈ കാറ്റ് വീശാൻ തുടങ്ങി? 2:30 മണിയാവും. ഇവിടെ എല്ലാ വീട്ടിലും ആളുണ്ടായിരുന്നു? ഇവിടെ ആളുണ്ടായിരുന്നു. ബൈക്കിൽ ആളില്ലായിരുന്നു. അകത്ത് ഉറക്കമായിരുന്നു. കാറ്റും മഴയുണ്ടായിരുന്നു അതോ കാറ്റ് മാത്രം വീശു? മഴയുണ്ടായിരുന്നു. മഴയും കാറ്റും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ വന്ന വഴിക്ക് മണക്കാട് മുതൽ ഇങ്ങോട്ടുള്ള ഒരു 2-3-4 കിലോമീറ്റർ ദൂരത്തേക്ക് എല്ലായിടത്തും കാറ്റ് വീശിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നഗരത്തിലേക്ക് ഇപ്പോൾ വഞ്ചിയൂര് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്ന ആ പ്രദേശത്തൊന്നും അത്ര ശക്തമായ കാറ്റ് നഗരത്തിലൊന്നും ഈ തളിയിന്റെ അപ്പുറത്ത് കരമനോട്ട് കാറ്റില്ലായിരുന്നു. തളിയിൽ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വണ്ടിയുള്ളൂ. അങ്ങോട്ടുള്ളൂ ഇതാണ് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ആളുകൾ പിറക്കി മാറ്റുകയാണ്. ഈ ഒരു നിരയിലുള്ള വീടുകളെല്ലാം തകർന്നിരിക്കുന്നു. വളരെ ഇനിയിപ്പോൾ മരം വീണ് കാറ്റും മഴയും ശക്തമായിരുന്നു. മാത്രമല്ല ഈ മേൽക്കൂര പറന്നു പോകുമ്പോഴും ഈ വീട്ടിനുള്ളിലേക്ക് മറ്റു സാധനങ്ങളൊക്കെ വന്ന് വീഴുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെക്കുറിച്ചുള്ള ഓർമ്മയാണ്. കാരണം അവർക്ക് മറ്റൊന്നും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ്. മാത്രമല്ല ഈ മേൽക്കൂര പറന്നു പോയി വീഴുമ്പോൾ മഴയായതുകൊണ്ടായിരിക്കാം പ്രദേശത്ത് മറ്റാരും ഇല്ലായിരുന്നു എന്നുള്ളതും ഭാഗ്യമാണ്, അല്ലേ അമൽ? അതെന്തായാലും ഈ അപകടം നടന്ന സമയത്ത് വളരെ കുറച്ച് വീടുകളിൽ മാത്രമാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ആ ഇഷ്ടികയൊക്കെ തകർന്ന് വീടിന് അകത്തേക്ക് വീണിട്ടില്ല. ഈ പറന്നു പോയതിന്റെ ആ കാറ്റിന്റെ ഒരു ശക്തിയിൽ പുറത്തേക്കാണ് ഇഷ്ടിക കഷ്ണങ്ങൾ അടക്കം വീണിരിക്കുന്നത്. ഈ ഇവിടെ കിടക്കുന്ന കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അവിടേക്ക് ഷീറ്റുകൾ പറന്നു പോയി പതിച്ചു. അതിനാൽ ഈ വീടിന്റെ പരിസരത്തൊന്നും മഴയായതിനാൽ പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്തായാലും ഈ വീട്ടിൽ ഇനി താമസിക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസമായി മാറും. താമസിക്കാൻ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ ആരും ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് നമ്മൾ വരുന്ന വഴിക്ക് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കണ്ടിരുന്നു. അതിനുപുറത്തേക്ക് അവർ ഈ പ്രശ്നമുണ്ടായ സ്ഥലത്തേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അതിനാൽ തന്നെ ആളുകൾ എത്തി ഇവർക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. താമസത്തിനടക്കമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഈ വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തകർന്നു കിടക്കുന്ന വീടിന്റെ ഇഷ്ടികകളും മറ്റുമൊക്കെ. അങ്ങനെ ഈ വീട്ടിൽ ഇനി ഒരു വിധത്തിലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇത്ര ശക്തമായ കാറ്റുണ്ടായത്. തിരുവനന്തപുരത്തിന്റെ മറ്റിടങ്ങളിൽ ഇങ്ങനെ കാറ്റ് വീശിയതായുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. പക്ഷേ മണക്കാട് മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പല ആളുകളായി നമ്മളെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മരം കടപുഴകി വീണതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വാഹനത്തിന് മുകളിലേക്ക് മരം വീണു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടേക്ക് എത്തുമ്പോഴേക്കും വാഹനവും അതോടൊപ്പം തന്നെ മരവും ഒക്കെ മുറിച്ചു മാറ്റിയിരുന്നു മണക്കാടൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് നിരന്നുള്ള വീടുകൾ ഒരു 7 വീടുകൾ നിരന്നുണ്ട്. അതിൽ 2 വീടുകൾക്ക് മാത്രമാണ് മേൽക്കൂര അതിൻ്റെ തലസ്ഥാനത്തിരിക്കുന്നത്. ബാക്കി 3 വീടുകൾക്ക് ആണ് ഈ പറയുന്ന മേൽക്കൂര മുകളിലുള്ളത്. ബാക്കിയെല്ലാം പകർന്നു പോയിരിക്കുന്നു. ഈ കുട്ടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പഠിക്കുന്ന കുട്ടികൾ ആരുണ്ടായിരുന്നു? സ്കൂളിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ വീടാണ്, നിങ്ങളുടെ വീടാണല്ലേ ഇത്?
ആ സമയത്ത് വീടിനകത്തുണ്ടായിരുന്നു? ഇതിനകത്തുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഷീറ്റ് പൊങ്ങി പോണ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പുറത്ത് അമ്മയുടെ ഷീറ്റും അതേപടി അങ്ങ് പോയി. ലൈന് പൊട്ടിയോണ്ട് പിന്നെ പുറത്തിറങ്ങിയില്ല എന്നുള്ളത്. ഈ കറണ്ട് കമ്പി കൂടി ഇവിടെ വീണു അല്ലേ? വലിയ അപകടമായി ഉണ്ടാകേണ്ടിയിരുന്നു. എന്തായാലും അവർ വീട്ടിനുള്ളിൽ തന്നെ തുടർന്നത് ഭാഗ്യമായി. ഇപ്പോൾ ഈ താഴെ ഫയർഫോഴ്സ് എത്തി വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ ഒക്കെ മുറിച്ചു മാറ്റുകയാണ്. പലയിടങ്ങളിലും ഇവിടേക്ക് കടന്നു വരാൻ ചെറിയ വഴിയാണ്, അതിനാൽ ഫയർഫോഴ്സിന്റെ വലിയ വണ്ടികൾക്കൊന്നും ഇവിടേക്ക് കടന്നു വരാൻ കഴിയില്ല. എങ്കിലും അവരുടെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഇവിടെ കിടക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ അവരെത്തിയാലും ഇവിടെ ഈ വീടുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഫാൻ ഉൾപ്പെടെ പറന്നു പോവുകയാണ്. ഫാനും ആ ഫാൻ തൂക്കിയ ഷീറ്റ് ഉൾപ്പെടെ അതിൻ്റെ ക്ലാമ്പായാലും എല്ലാം അതോടുകൂടി ശക്തിയോടുകൂടിയാണ്. അതായത് ആ ഒരു വീടിൻ്റെ മേൽക്കൂര മുഴുവനായപ്പോൾ എത്രത്തോളം ശക്തമായിട്ടുള്ള കാറ്റാണെന്ന് മനസ്സിലാക്കണമല്ലോ. എത്രമേൽ ശക്തമായ കാറ്റ്. അങ്ങ് ദൂരെയും കിടക്കുകയാണ് ഈ പറയുന്ന വീടിൻ്റെ മേൽക്കൂരയുമായി ബന്ധപ്പെട്ട് പല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പോൾ ഈ എത്ര വീടുകളിലെ മേൽക്കൂരയാണ് ഇങ്ങനെ പറന്നു പോയിരിക്കുന്നത്? പ്രതീക്ഷ, ആ ഒരു തേക്ക് മരം നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ മരത്തിന്റെ ഏകദേശം പകുതിയോളം ഉയരത്തിലാണ് പറന്നു പോയ ഷീറ്റ് ഇരിക്കുന്നത്. അതിന്റെ ഈ ഇരുമ്പ് കഷ്ണങ്ങളടക്കം വെൽഡ് ചെയ്ത പൈപ്പുകൾ അടക്കമുള്ളവ ആണ് പറത്തി അത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2 മണിയായി ഈ സംഭവം നടക്കുമ്പോൾ. അതിനുശേഷം ഇത്രയും സമയമായിട്ടും വാർഡ് കൗൺസിലർ പോലും ഇവിടേക്ക് എത്തിയില്ല എന്നൊരു കാര്യമാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിവരം അറിയിച്ചിരുന്നു? കൗൺസിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ വില്ലേജ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, താലൂക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യർ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. അല്ല, ഇവർക്ക് എന്താ ഉദ്യോഗസ്ഥരെത്തി ഇവർക്ക് അക്കോമഡേഷൻ 4 കുടുംബങ്ങൾ ഇനി കിടക്കാനായിട്ട് ഒരു സ്ഥലമില്ല. 4 കുടുംബങ്ങൾക്കുള്ള അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്യണം. അവർക്കുള്ള ബാക്കി സംവിധാനങ്ങളും ഭക്ഷണ സംവിധാനങ്ങളും എല്ലാം അവർ ചെയ്യേണ്ടി വരും. അത് റിക്വസ്റ്റാണ്, അത് ചെയ്യണം. ബന്ധപ്പെട്ട അധികാരികളത് ചെയ്യണം. ഇതിപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇത്രയും സമയം കഴിഞ്ഞു പോകുന്നു. 2 മണിയോട് അടുപ്പിച്ചാണ് ഈ ശക്തമായ കാറ്റുവീശൽ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഒരു മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല എന്നുള്ളൊരു പ്രതിസന്ധിയാണ് ഈ വീട്ടുകാരെല്ലാം നേരിടുന്നത്. നഗരസഭയിലെ കൗൺസിലറാണ് ഇത്രയും സമയമുണ്ടായി. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ കഴിയുകയാണ്, 3/4 മണിക്കൂർ കഴിയുകയാണ്. എന്നിട്ട് കൂടി അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? നഗരത്തിൽ മറ്റ് തടസ്സങ്ങൾ ഒന്നും ഇല്ല. അപ്പോൾ ഈ ആളുകൾ വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ചു പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ പോലും എത്തുന്നില്ല. പ്രജീഷ, GS മഞ്ജു ആണ് ഇവിടുത്തെ കൗൺസിലർ. ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മഞ്ജു ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. അവർ മാത്രം എത്തിയത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല. കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ കൂടി എത്തേണ്ടതുണ്ട്. എല്ലാവരുടെയും ഒരു കൃത്യമായ ഏകോപനത്തിലൂടെ ഇവർക്ക് മറ്റെവിടേക്കെങ്കിലും ഇന്നിപ്പോൾ താമസിക്കുന്നതിനാവശ്യമായ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്. ഈ വീടുകളിലുള്ള സാധനങ്ങളൊക്കെ എവിടേക്കെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ആ വീട്ടുകാരും എല്ലാം ചേർന്ന് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തി. ക്ലാസ്സൊക്കെ കഴിഞ്ഞെത്തിയ കുട്ടികളൊക്കെയാണ്. അവരൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകാം. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു വീട്ടിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അത് കുറച്ച് താരതമ്യേന കുറഞ്ഞ് താഴ്ന്നിരിക്കുന്നതിനാലാവണം ഒരുപക്ഷെ അത് പറന്നു പോകാതിരുന്നത്. ആ വീടിന്റെ മേൽക്കൂര, അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീടിന്റെ പാതി, അങ്ങനെയാണ് മേൽക്കൂരകൾ പറന്നു പോയിരിക്കുന്നത്. ബാക്കി എല്ലാ വീടുകളുടെയും മേൽക്കൂര പൂർണ്ണമായും തകർന്ന് പറന്നു പോയിരിക്കുന്ന അവസ്ഥയാണ്. വിവരം നൽകിക്കൊണ്ടിരിക്കുന്ന കരമന തളിയിൽ ഭാഗത്താണ് ശക്തമായ കാറ്റിൽ വ്യാപനാശനഷ്ടമുണ്ടായത്. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം. ഒരുപാട് പേർ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ പ്രദേശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ആശ്വാസമുണ്ടായി. അധികാരികൾ ഇപ്പോഴും ആരും, നഗരസഭാ കൗൺസിലർ പോലും അവിടെ എത്തിയിട്ടില്ല ഇത്രയും സമയമായിട്ടും എന്നുള്ളതാണ്.